കൊതി തീരുവോളം ഒന്നായി വാഴുവാൻ ആശ, ഒന്നായി വാഴുവാൻ ആശ. പ്രിയ നാട്ടിലേക്കുള്ള യാത്ര. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, അതിൻ്റെ ആദ്യ ഭാഗം വായിക്കാം. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ആരാണ് ശപിക്കപ്പെട്ടവൻ? ആരുടെ മേലാണ് ശാപം നിൽക്കുന്നത്? ആരാണ് ശാപത്തിന് യോഗ്യനായി തീരുന്നത് എന്നിങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത്. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന കാര്യം കഴിഞ്ഞൊരവസരത്തിൽ ചിന്തിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഇന്ന് അനേകം കുടുംബങ്ങൾ ശാപത്തിന് കീഴിലാണ്. അനേകം വ്യക്തി ജീവിതങ്ങൾ ശാപത്തിൻ്റെ അടിമത്തത്തിലാണ്. ആരും പ്രത്യേകിച്ച് ശപിച്ചതാകണമെന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആര് ശപിച്ചാലും കാരണം കൂടാതെ ശാപം ഫലിക്കുകയില്ല. സദൃശവാക്യങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം 2-ാം വാക്യം അങ്ങനെ പറയും, കാരണം കൂടാതെ ശാപം ഫലിക്കുകയില്ല. തക്കതായ കാരണം ഉണ്ടെങ്കിൽ മാത്രമേ ശാപം ഫലിക്കുകയുള്ളൂ. ആരെങ്കിലും നമ്മെ ശപിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് ശാപം വരികയില്ല, നമുക്കൊരു ദോഷവും വരികയില്ല. കാര്യമില്ലാത്ത കാര്യത്തിന് ആരെങ്കിലും നമ്മെ കുറ്റം പറയുകയോ വിധിക്കുകയോ ചെയ്തുകൊണ്ട് ശപിച്ചാലും നമുക്കൊരു ദോഷവും സംഭവിക്കുകയില്ല. എന്നാൽ അനേകരിന്ന് ശാപഗ്രസ്തരായി കഴിയുകയാണ്. അനേക കുടുംബങ്ങളിന്ന് വറുതിയിലാണ്. അനേകരിന്ന് അസ്വസ്ഥതയിലാണ്. ഏതോ ചില ശാപങ്ങൾ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാമായിരിക്കും ശാപങ്ങൾ? ഏതെല്ലാം തരത്തിലാണ് ഇതിൻ്റെ ഉപദ്രവങ്ങൾ വരുന്നത്? പല രീതിയിൽ ശാപത്തിൻ്റെ നിഷ്ഠൂരമായ ആക്രമണങ്ങൾ മനുഷ്യരെ ഇന്ന് ഉലച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കാണാം. നിങ്ങൾ പലരും ജീവിതത്തിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്ന അനേകം പ്രതിസന്ധികളുണ്ട്. നിങ്ങൾക്ക് അനേകം പ്രശ്നങ്ങൾ. എല്ലാ മനുഷ്യരും അതെ. ഓരോരുത്തരും നേരിടുന്നതായ പ്രശ്നങ്ങൾക്ക് പിന്നിൽ തക്കതായ കാരണമുണ്ട്. വെറുതെ ഒരു പ്രതിസന്ധി വരികയില്ല, വെറുതെ ഒരു പ്രശ്നം വരികയില്ല. തക്കതായ കാരണമുണ്ട്. രോഗം വരുന്നെങ്കിൽ അതിന് കാരണമുണ്ട്. ഏതെങ്കിലും ഭൂതബാധകൾ വരുന്നെങ്കിൽ അതിന് കാരണമുണ്ട്. നഷ്ടം വരുന്നെങ്കിൽ അതിന് കാരണമുണ്ട്. കഷ്ടം വരുന്നെങ്കിൽ കാരണമുണ്ട്. കടം വന്ന് പെരുകുന്നതിന് കാരണമുണ്ട്. ജീവിതത്തിൽ വരുന്നതായ എല്ലാ കെടുതികൾക്കും പിന്നിലൊരു കാരണമുണ്ട്. ചില ശാപങ്ങൾ പിന്നിൽ കാണും. ഒരുപക്ഷേ നാം ആരും വരുത്തി വെച്ചതാകണമെന്നില്ല, നാം ആരും ചെയ്തു കൂട്ടിയ പാവം മൂലമാകണമെന്നില്ല. നമ്മുടെ പൂർവികന്മാരുടെ കാലത്ത് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അരുതായികൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭീകരമായ ശാപം തലമുറകളുടെ മേൽ പകർന്നു വരികയാണ്. തലമുറയായി അതിൻ്റെ കെടുതി അനുഭവിക്കേണ്ടി വരികയാണ്. നിങ്ങൾക്കറിയാവുന്നൊരു വാക്യമുണ്ട്, പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുമെന്ന് നാം ചിന്തിച്ചിട്ടുള്ള വാക്യമാണത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യം, പിതാക്കന്മാരുടെ പാപം മക്കളുടെ മേലും തലമുറകളായി ബാധിക്കുമെന്ന് പുറപ്പാട് 25 നമുക്ക് വായിച്ച് കേൾക്കാം. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇത് തന്നെ കാണാം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 7-ാം വാക്യം, പിതാക്കന്മാരുടെ അകൃത്യം തലമുറകളിലേക്ക് പകരുകയാണ്. തലമുറകളിലേക്ക് അത് ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. തലമുറകൾ മക്കളോ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് വരുത്തി വെച്ചതായ ചില വിനകൾ, ചില അനർത്ഥങ്ങൾ, ചില അതിക്രമങ്ങൾ, ചില ദ്രോഹങ്ങൾ, ചില കവർച്ചകൾ, ചില അന്യായങ്ങൾ, അതിൻ്റെ എല്ലാം ഭീകരമായ ആക്രമണത്തിൽ ഇന്ന് വരുംകാല തലമുറ വലയുകയാണ്. 34-ാം അധ്യായം 7-ാം വാക്യം, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. കുറ്റമൊക്കെയുള്ളവനെ വെറുതെ വിടുകയില്ല. ഇന്ന് തൽക്കാല ശിക്ഷ കിട്ടിയില്ല എന്ന് വരാം,
പക്ഷേ കുറ്റമുള്ളവനെ വെറുതെ വിടുകയില്ല. കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ സന്ദർശിക്കും. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 17-ാം വാക്യത്തിലും, ആവർത്തന പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിലും, യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം 18-ാം വാക്യത്തിലെല്ലാം ഇതേ ആശയം തന്നെ കാണാം. വേണമെങ്കിൽ ഒരു വാക്യം വായിക്കാം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 17-ാം വാക്യം. കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ. ശാപം നമ്മെ പിൻപറ്റുകയാണ്. ഏതെല്ലാമോ ദ്രോഹപ്രവൃത്തികൾ നടന്നു കാണും. വല്ല ക്ഷുദ്രപ്രയോഗങ്ങളോ വല്ല മന്ത്രവാദങ്ങളോ ആരെയെങ്കിലും ദ്രോഹിക്കാൻ വേണ്ടിയുള്ളതായ കൂടോത്രങ്ങളോ എന്തെങ്കിലും നടന്നു കാണും. അല്ല ആഭിചാര പ്രവൃത്തികളോ നടന്നു കാണും. പാവപ്പെട്ടനെ ദ്രോഹിച്ച് കാണും. സാധുവിനെ ഉപദ്രവിച്ച് കാണും. പാവപ്പെട്ട വിധവയെ കഷ്ടപ്പെടുത്തി കാണും. പ്രിയപ്പെട്ടവരെ അനാഥരെ പീഡിപ്പിച്ച് കാണും. എന്തെല്ലാം നടന്നു കാണും. ആരും അതൊന്നും അത്ര ചിന്തിക്കാറില്ല. അതെല്ലാം മനുഷ്യൻ മറന്നു കാണും. ആ തലമുറയും കഴിഞ്ഞു. പിന്നുള്ള തലമുറയിൽ മക്കൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൻ്റെ കാലത്തോ അപ്പൻ്റെ കാലത്തോ ഏതെങ്കിലും കൊടും ക്രൂരതകൾ ചെയ്തു എന്ന് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. മക്കൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അനർത്ഥം അവർക്ക് വന്ന് ചേരുകയാണ്. ഒരിക്കലും നികത്താനാവാത്ത ചില നഷ്ടങ്ങൾ വന്നു ചേരുകയാണ്. ഒരു വിധത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ളതായി രോഗങ്ങളുടെ ബാധ വന്നു ചേരുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ശാപങ്ങൾ വരാതെ നാം സൂക്ഷിക്കേണ്ടതാണ്. അഥവാ പൂർവികന്മാരുടെ കാലത്ത് മുതലുള്ളതായ ശാപം നമ്മുടെ മേൽ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കാലത്ത്, നമ്മുടെ ഈ ആയുസ്സിൽ അതിനെ നാം മുറിച്ച് കളയേണ്ടതാണ്. മനുഷ്യരാരും ശാപത്തെ മുറിക്കുകയില്ല. ശാപം മുറിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രം. മനുഷ്യൻ അതിന് നിന്ന് കൊടുക്കണമെന്നേ ഉള്ളൂ. മനുഷ്യനത് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് അപേക്ഷിക്കണമെന്നേ ഉള്ളൂ. എൻ്റെ കർത്താവേ, എൻ്റെ മേൽ ചില ശാപങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ മേൽ ചില അനർത്ഥങ്ങൾ വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവേ, എൻ്റെ ആളത്വത്തിൽ ചില വിട്ടുമാറാൻ പാടില്ലാത്ത ചില കേടുകളും കെടുതികളും വന്നിട്ടുണ്ടെന്ന് ഞാൻ ഏറ്റു പറയുന്നു. നാഥ, ഇതിനെല്ലാം കാരണം എൻ്റെ പാപം എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ ഏറ്റു പറയുന്നു. ഞാൻ ഉപേക്ഷിക്കുന്നു. മേലിൽ പാവമില്ലാതെ ഞാൻ ജീവിക്കുന്നു. എന്നാൽ എൻ്റെ കർത്താവേ, പിതാക്കന്മാരുടെ കാലത്ത് എന്തെങ്കിലും അനർത്ഥങ്ങളോ കൊള്ളരുതായ്മകളോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ കർത്താവേ, അനാഥരെ പീഡിപ്പിക്കുകയോ പാവപ്പെട്ടവനെ ഉപദ്രവിക്കുകയോ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയോ കൊള്ളരുതായ്മകൾ പ്രവർത്തിക്കുകയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതുമൂലം വന്നതായ കെടുതികൾ എൻ്റെയോ എൻ്റെ മക്കളുടെയോ മേൽ വരല്ലേ കർത്താവേ. ഇന്ന് എവിടെ വെച്ച് നിൻ്റെ ജയമുള്ള സ്ലീവായാൽ അത് മുറിച്ച് മാറ്റണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിൻ്റെ തിരുരക്തത്താൽ അത് മാറ്റിത്തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഉള്ളുരുകി കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയോടെ വരികയും യേശുക്രിസ്തു നമുക്ക് സമാധാനം തന്ന് ശാപമുക്തി തരികയും ചെയ്യും. ശാപമുക്തി തരും. ശാപത്തിൽ നിന്ന് മോചനം തരും. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയെല്ലാമാണ് ശാപം വരുന്നത് നാം ചിന്തിച്ചു. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ ശാപം വരും. ഇപ്പോൾ നാം വായിച്ചത് യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിൻ്റെ വേല ഉദാസീനതയോടെ ചെയ്യാൻ പാടില്ല. അത്യുത്സാഹത്തോടെ ദൈവത്തിൻ്റെ വേല ചെയ്യണം. അലസനായി ദൈവത്തിൻ്റെ വേല ചെയ്യരുത്. അലസത ഒരു പാപമാണെന്ന് പലരും ചിന്തിക്കാറില്ല. അലസത, ഞാൻ മദ്യപാനം ചെയ്യുന്നില്ലല്ലോ എന്നോർക്കും. ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ലല്ലോ എന്ന് ചിന്തിക്കും. ഞാൻ കവർച്ചയോ കൊള്ളയോ ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. എന്നാൽ അലസത ഒരു മഹാപാപമാണ്. 7 മാരകപാപങ്ങൾ എന്നുള്ളതിൽ ഒന്ന് അലസതയാണ്. അലസത ഒരു മഹാപാപമാണ്. നമുക്കുള്ള കഴിവ് ഉപയോഗിക്കാതെ നാം ഇൻഡിഫറൻ്റ് ആയിരിക്കുന്നത്, നാം അലസരായിരിക്കുന്നത്, അത് പാപമാണ്. അലസതയോടൊരു കാര്യം ചെയ്യാനിട വരരുത്. പാതി മനസ്സോടെ ചെയ്യാനിട വരരുത്. നാം പൂർണ്ണമായ ഹൃദയത്തോടെ ചെയ്യേണ്ട ജോലികൾ ചെയ്തില്ലെങ്കിൽ അത് ദൈവസന്നിധിയിൽ കുറ്റകരമായിരിക്കും. നാം ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, അല്ല പാടത്ത് പണിയെടുക്കുകയാണെങ്കിൽ, അല്ല പറമ്പിൽ റബ്ബർ വെട്ടുകയാണെങ്കിൽ, നമ്മുടെ ജോലി എന്തു തന്നെയാകട്ടെ, നാം ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും നന്നായി ചെയ്യണം. ഏറ്റവും കാര്യക്ഷമമായി ചെയ്യണം. ഏറ്റവും ഉത്സാഹത്തോടെ ചെയ്യണം. ഏറ്റവും ഊർജ്ജസ്വലതയോടെ ചെയ്യണം. എത്രയും നന്നായി ചെയ്യണം. അലസത വരാൻ പാടില്ല. അലസത വന്നാലോ അത് പാപമാണ്. അലസത വന്നാലോ അത് അക്ഷന്തികമായ ഒരു അപരാധമാണ്. ക്ഷമിക്കാൻ വയ്യാത്തൊരു പാപമാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ അലസത വന്നിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതിൽ അലസത വന്നിട്ടുണ്ടോ? എനിക്കുള്ള സൗകര്യങ്ങളോ എനിക്കുള്ള സാഹചര്യങ്ങളോ ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ? എനിക്കുള്ള സമയം ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ? ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ ത്യാഗം സഹിച്ചിട്ടുണ്ടോ? ദൈവവേല ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപമാനം ഞാൻ വിനയപൂർവ്വം ഏറ്റെടുത്തിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതുകൊണ്ട് വരുന്നതായ ആക്ഷേപങ്ങളെ ഞാൻ പുഞ്ചിരിയോടെ കൈക്കൊണ്ടിട്ടുണ്ടോ?
ദൈവത്തിൻ്റെ വേലക്കാരനാണ് എന്നുള്ളതിൽ സമൂഹത്തിൻ്റെ മുന്നിൽ ഞാനൊരു പതിതനോ അപകൃഷ്ടനോ ആയി പോകുമ്പോൾ അതിലെൻ്റെ മനസ്സ് നൊന്തുപോയിട്ടുണ്ടോ? അതിലെനിക്ക് പ്രയാസം വന്നിട്ടുണ്ടോ? ഞാനൊരു താണവനായി തീർന്നത് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നുള്ളതിൽ ഞാനൊരു താണുപോയല്ലോ, ആളുകൾക്ക് വിലയില്ലാതായി പോയല്ലോ, ഉണ്ടായിരുന്ന വില നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് മനസ്സ് തളർന്നു പോയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യകാലങ്ങളിൽ നൊമ്പരപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ ഒരു സമയത്ത് ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന സമയത്ത് തുടങ്ങിയ കാലങ്ങളിലെല്ലാം അംഗീകാരമുള്ള ഒരു സുവിശേഷകനായിരുന്നു. എല്ലാവരുടെ മുമ്പിലും ഉന്നതാധികാരികളുടെ മുമ്പിലെല്ലാം അംഗീകാരം ഉണ്ടായിരുന്നു. എല്ലാവർക്കും കണ്ണിലുണ്ണിയെപ്പോലെ കഴിഞ്ഞൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ആഴമുള്ള ക്രിസ്തീയ ജീവിതത്തിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്നേഹിതരോ അല്ല എൻ്റെ ഉപദേഷ്ടാക്കളോ ആയിരുന്ന ഉന്നതന്മാരായ ആളുകൾ പോലും എന്നെ വെറുക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഉള്ളു വേദനിച്ചു, എൻ്റെ ഉള്ളിൽ സങ്കടം തോന്നി. ഒന്നും അറിയാത്ത കാര്യം എൻ്റെ മേൽ ആരോപിക്കുന്നല്ലോ എന്ന് സങ്കടം തോന്നി. ഞാൻ ഈ ആക്ഷേപമെല്ലാം കേൾക്കുന്നല്ലോ എന്ന് സങ്കടം തോന്നി. ഞാൻ ഈ അവമാനം ഏൽക്കേണ്ടി വന്നല്ലോ എന്ന് സങ്കടം തോന്നി. എന്നാൽ എൻ്റെ ആത്മാവ് ക്ഷീണിച്ചു കൊണ്ടിരുന്നു, അത് ഞാൻ അറിഞ്ഞില്ല. ആത്മാവ് തളർന്നുകൊണ്ടിരുന്നു, ആത്മാവിന് വീര്യം കെട്ടുപോയിക്കൊണ്ടിരുന്നു. ഞാൻ കാര്യം ഗ്രഹിച്ചില്ല. എനിക്ക് ആത്മാവിൽ ഉണരണമെന്ന് തോന്നി. അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയ കെടുതിയായിപ്പോയി ഈ അലസത. ദൈവവേലയിൽ നിന്ന് ഞാൻ അറിയാതെ അല്പാൽപ്പം പുറകോട്ട് മാറി. ദൈവവേലയിൽ നിന്ന് പുറകോട്ട് ഞാൻ വലിഞ്ഞു. സ്വീകരണമുള്ളയിടത്ത് പോകും, അല്ലാത്തയിടത്ത് പോവുകയില്ല എന്നൊരു ഭാവം വന്നു. മനുഷ്യർ ആദരിക്കുന്നിടത്ത് പോകും, എന്നെ താല്പര്യമില്ലാത്തവരുടെ അടുക്കിലേക്ക് ഞാൻ പോവുകയില്ല എന്നുള്ള തീരുമാനം വന്നു. അതെല്ലാം പാവമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അലസത ഒരു പാവമാണ്. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. മനുഷ്യരുടെ പ്രീതി നോക്കി ദൈവത്തിന് വേല ചെയ്യാൻ സാധ്യമല്ലെന്ന് എനിക്ക് മനസ്സിലായി. മനുഷ്യരുടെ ബഹുമതി നോക്കി ദൈവത്തിന് വേല ചെയ്യാൻ സാധ്യമല്ലെന്ന് മനസ്സിലായി. കുരിശ് ചുമന്നവൻ്റെ വേല ചെയ്യണമെങ്കിൽ, കുരിശ് ചുമന്ന് ഗോകുൽത്താക്കുന്ന് കയറിയവൻ്റെ വേല ചെയ്യണമെങ്കിൽ മനുഷ്യരുടെ അപമാനം ഞാൻ സഹിച്ചേ പറ്റൂ എന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ പുഞ്ചിരിയോടെ ഏറ്റെടുത്തേ പറ്റുമെന്ന് മനസ്സിലായി. അത് പുഞ്ചിരിയോടെ ഏറ്റെടുക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ കുരിശിനെ ഉപേക്ഷിക്കുകയാണ്, കുരിശിനെ ത്യജിക്കുകയാണ്. ഡിനൈങ് ദ ക്രോസ്, കുരിശിനെ ത്യജിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ എളിമപ്പെട്ടു. കർത്താവേ, ഞാൻ നിന്ന വഹിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ വരുന്നു. കർത്താവ്, ഞാൻ ആക്ഷേപം ഏറ്റുകൊണ്ട് ഞാൻ ഇതിൻ്റെ വേല ചെയ്യാം. ആരും ഗവനിച്ചില്ലെങ്കിലും സാരമില്ല, ആരും മാനിച്ചില്ലെങ്കിലും സാരമില്ല. കർത്താവെ, ആരെല്ലാം അവഗണിച്ചാലും സാരമില്ല. എൻ്റെ കർത്താവെ, ഞാൻ നിൻ്റെ വേലക്കാരനായി എളിമയോടെ നിന്നുകൊള്ളാം. ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും കർത്താവ് പഴയ കൃപകൾ മടക്കി തന്നു. കർത്താവ് കൃപകൾ അനവരതം പെരുക്കി തന്നു. കർത്താവ് സമാധാനം തന്നു. കർത്താവ് സന്തോഷം തന്നു. ആത്മാവിൻ്റെ വീര്യം തന്നു. കർത്താവ് വേലയിൽ എന്നെ ഓടിക്കാൻ തുടങ്ങി. വേലയ്ക്ക് വേണ്ടി എന്നെ പറപ്പിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യരുത്. ദൈവവേലയിൽ പുറകോട്ട് മാറരുത്. നിങ്ങൾ മുന്നോട്ട് വന്നവരാണ്. നിങ്ങൾ പുറകോട്ടൊരു ഒരു ചുവട് വെച്ച് പോകരുത്. മുന്നോട്ട് വന്നവർ പിന്നോട്ട് കാലെടുത്ത് വെച്ച് പോകരുത്. അത്യുത്സാഹത്തോടെ മുന്നേറുക. ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ തളരാതെ മുന്നോട്ട് പോകുക. നിങ്ങളുടെ ജീവിതത്തിൽ വേലയ്ക്ക് തടസ്സമായി എന്തെല്ലാം വന്നാലും നിങ്ങൾ അത്യുത്സാഹത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുക. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഉദാസീനത കൊണ്ട് എന്തെല്ലാം അപകടങ്ങളാണ് വരുന്നത്. ദൈവത്തിൻ്റെ വേലയിൽ മാത്രമല്ല, ജീവിതത്തിലാകമാനം അലസത കൊണ്ട്, ഉദാസീനത കൊണ്ട് പല പല കെടുതികൾ വരും. ഞാൻ വായിച്ചു, ഹെറ്റി ഗ്രീൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് ഒരു എസ്റ്റേറ്റ് തന്നെ $500 ലക്ഷം വിലയുള്ള എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അത്ര കോടീശ്വരിയായിരുന്നു ഹെറ്റി ഗ്രീൻ. അവർക്കൊരു മകനേ ഉള്ളൂ. നല്ല ഊർജ്ജസ്വലതയുള്ള മകനാണ്. ഇവർ ഇത്രയേറെ സമ്പത്തുള്ള സ്ത്രീ 10 പൈസ മുടക്കാൻ അവൾക്ക് പിശുക്കായിരുന്നു. എല്ലാം സ്വരുക്കൂട്ടുകയാണ്. ഈ ആഹാരം, രാവിലത്തെ ഭക്ഷണം ഓട്ട്മീലാണ്. അത് ചൂടാക്കി കഴിക്കാൻ ഹീറ്ററിനെ ചൂടുപിടിപ്പിക്കാൻ കുറച്ച് പൈസ വേണമല്ലോ എന്ന് ഓർത്തുകൊണ്ട്, അതിന് ഇലക്ട്രിസിറ്റി ബില്ല് കൂടുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് തണുത്ത ഓട്ട്മീൽ കഴിച്ചോള് ഹെറ്റി ഗ്രീൻ. മകന് കാലിലൊരു മുറിവുണ്ടായി, വലിയ മുറിവാണ്. മുറിവുണ്ടായപ്പോൾ ഫ്രീ ക്ലിനിക്ക് എവിടെയുണ്ടായെന്ന് അന്വേഷിച്ച് അവൾ നടന്നു. ഫ്രീ ക്ലിനിക്ക്. ചികിത്സിക്കാൻ പോയാൽ പൈസ കൊടുക്കണ്ടേ? മരുന്നിന് പൈസ കൊടുക്കണം, ചികിത്സയ്ക്ക് പൈസ കൊടുക്കണം. അതുകൊണ്ട് ഫ്രീ ക്ലിനിക്ക് എവിടെയുണ്ടായെന്ന് അറിയാൻ ഹെറ്റി ഗ്രീൻ നാടെല്ലാം തേടി നടന്നു. അതുകൊണ്ട് എന്ത് പറ്റി? അവൾക്ക്
ഈ മകന് ചികിത്സ കൊടുക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് മകൻ്റെ കാലിലെ വ്രണം അത് കൂടുതൽ പ്രയാസമായി. ഫലമോ ആ കാല് മുറിച്ച് കളയേണ്ടി വന്നു. ഒരു പരമദരിദ്രയെന്ന പോലെ അവൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. വെറും പാപ്പരെ പോലെ അവൾ ജീവിച്ചു. ഒന്നുമില്ലാത്തവളെ പോലെ അവൾ ജീവിച്ചു. അവൾ അലസയായിരുന്നു. അവൾ എല്ലാറ്റിലും ഉദാസീനതയായിരുന്നു. പൈസ മുടക്കേണ്ട കാര്യം വരുമ്പോൾ മുടക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ നിരാശയോടെ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. സഹോദരങ്ങളെ, ഇത് നടന്നൊരു സംഭവമാണ്. ഹെറ്റി ഗ്രീൻ പലർക്കും അറിയാവുന്നൊരു പേരാണ്. ഒരു ലോകത്തിലേക്കും പിശുക്കിയായ ഒരു സ്ത്രീ, പക്ഷേ കോടീശ്വരിയായിരുന്നു. ആർക്ക് സൂക്ഷിച്ചു വെച്ചത്? ആർക്ക് വേണ്ടി സമ്പാദിച്ചു? ആർക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചു? ഒന്നും പ്രയോജനപ്പെട്ടില്ല. സഹോദരങ്ങളെ, ഓർക്കൂ, നമ്മുടെ ജീവിതത്തിൽ അലസതയ്ക്ക് ഇടം കൊടുക്കരുത്. ഏത് കാര്യമാണെങ്കിലും, ഭൗതികമായ കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ, എന്തുമാകട്ടെ, നാം ഊർജ്ജസ്വലതയോടെ ചെയ്തു കൊള്ളുക, അത്യുത്സാഹത്തോടെ പ്രവർത്തിച്ചു കൊള്ളുക, നല്ല ശ്രദ്ധാലുക്കളായി നിന്നുകൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അലസതയ്ക്ക് ഇടം കൊടുക്കരുത്. എത്രയോ വിദ്യാർത്ഥിനികൾ അലസരായി തീരുന്നതുകൊണ്ട് അവരുടെ ഭാവി ഇരുളടഞ്ഞു പോകുന്നു. പഠിക്കാൻ കഴിവുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, നല്ല പ്രാപ്തിയുണ്ട്, നല്ല ഓർമ്മശക്തിയുണ്ട്, പക്ഷേ പഠിക്കുകയില്ല. അതാത് ദിവസത്തെ പാഠങ്ങൾ അന്ന് തന്നെ പഠിച്ചാൽ നല്ലപോലെ നല്ല മാർക്ക് കിട്ടി പാസ്സാകാം, ഉയർന്നു വരാം. പക്ഷേ അതെല്ലാം അലസതായി വെച്ച് ഒടുക്കം പരീക്ഷയുടെ സമയം വരുമ്പോഴാണ് ഓടിച്ചിട്ട് വായന. ബുദ്ധി ഉള്ളതുകൊണ്ട് കഷ്ടിച്ച് പാസ്സായി എന്ന് വരും, എന്നാൽ കിട്ടേണ്ട മാർക്ക് കിട്ടുകയില്ല. ഒരുപക്ഷേ പാസ്സായി കിട്ടുന്നുണ്ട്, അത് പോരാ. ഓരോരുത്തരും ചിന്തിക്കണം, എനിക്ക് ഹയസ്റ്റ് മാർക്ക് കിട്ടണമെന്ന്, ഏറ്റവും ഉന്നതമായ മാർക്ക് എനിക്ക് കിട്ടണമെന്ന്. അതിനുവേണ്ടി എന്തെല്ലാം എനിക്ക് അധ്വാനിക്കാൻ പറ്റുമെന്ന്. അനേകരും വായിക്കുന്നില്ല, അനേകരും പഠിക്കുന്നില്ല, അനേകരും അധ്വാനിക്കുന്നില്ല. എന്തെല്ലാമോ ചില കൂട്ടുകെട്ടുകളിൽപ്പെട്ട് ജീവിതം മുരടിച്ചു പോവുകയാണ്. ചില രാഷ്ട്രീയ കൂട്ടുകെട്ടുകളാകാം, അല്ലെങ്കിൽ യൂണിയൻ പ്രവർത്തനങ്ങളാകാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളതായി ചീത്ത ശീലങ്ങൾ അഭ്യസിപ്പിക്കുന്ന കൂട്ടുകാരാകാം. അരുതായികളിലേക്ക് പോകുന്ന ഒരു യുവതലമുറ. മക്കളെ ഓർത്ത് അമ്മയപ്പന്മാർ കരയുന്നു, മക്കളുടെ ഭാവി ഓർത്ത് അവർ നെടുവീർപ്പിടുന്നു. അലസരായി പോകരുത്. കുഞ്ഞുങ്ങളെ ഓർത്ത് നെടുവീർപ്പിടുന്ന മാതാപിതാക്കൾ, അവരുടെ ഭാവി നശിക്കുന്നല്ലോ എന്നോർത്ത് കരയുന്ന മാതാപിതാക്കൾ, അവർക്ക് വചനം കേൾക്കാൻ താല്പര്യമില്ല. അവർ വചനത്തിന് വിളിച്ചാൽ അവർക്ക് മനസ്സല്ല. വചനം കേൾക്കാൻ താല്പര്യമില്ലെന്ന് മാത്രമല്ല, വചനത്തെ പുച്ഛിക്കുകയും തുച്ഛീകരിക്കുകയും ചെയ്യുന്നു. അതിൽ അപകടമാണെന്ന് പാവം പിള്ളേർ അറിയുന്നില്ല, ചെറുപ്പക്കാരറിയുന്നില്ല. ഇന്നത്തെ ഈ ഭക്തിയെല്ലാം ഒരുതരം മാനസിക വൈകൃതമാണെന്ന് പോലും ചില ചെറുപ്പക്കാർ ചിന്തിക്കുന്നു. മാനസിക വൈകൃതം. പ്രിയപ്പെട്ടവരെ, അപ്പനും അമ്മയും ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പോകുന്നത് ഒരു കഴിവുകേടാണെന്ന് ചിന്തിക്കുന്ന മക്കളുണ്ട്, അതൊരു പോരായ്മയാണെന്ന് ചിന്തിക്കുന്ന മക്കളുണ്ട്, അതൊരു അഭിമാനമായി കരുതുന്ന അത്ര പിള്ളേരുണ്ട്. അപ്പനും അമ്മയും ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകുന്നത് അഭിമാനമാണെന്ന് കരുതുന്നവർ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചേർത്തരികത്തിരുത്തി അണച്ചിരുത്തി വാത്സല്യപൂർവ്വം അവരെ തലോടി അവരോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ, നിങ്ങൾ നാശത്തിലേക്ക് പോകരുത്, അത്യുത്സാഹത്തോടെ നിങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് ഉയർന്ന സോപാനങ്ങൾ ചവിട്ടിക്കയറേണ്ടതുണ്ട്. പറഞ്ഞു കൊടുക്കണം. ഉയർന്ന പടവുകൾ കയറേണ്ടവരാണ് നിങ്ങൾ. ജീവിതത്തിൻ്റെ ഉന്നത പടികളിലേക്ക് ഉയരേണ്ടവരാണ് നിങ്ങൾ. നിങ്ങൾ തളർന്ന് താഴെ നിൽക്കേണ്ടവരല്ല, നിങ്ങൾ ഉയർന്നുയർന്ന് പറക്കേണ്ടവരാണ്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്താൽ കുറേ പേരെങ്കിലും സ്വീകരിക്കും. ചിലർ ഒരുപക്ഷെ തലതിരിഞ്ഞ് പോയി എന്ന് വന്നേക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ട്, ഹൃദയം നൊന്ത് വിങ്ങി കരഞ്ഞുകൊണ്ട് മക്കളോട് പറഞ്ഞാൽ മിക്കവാറും മക്കളെല്ലാം സ്വീകരിച്ചു തുടങ്ങും. നിങ്ങൾ വിശുദ്ധരായി നിന്നുകൊണ്ട് മക്കളോട് നിങ്ങൾ പറയുമെങ്കിൽ ആ മക്കൾ യഥാർത്ഥമായ വഴിയിലേക്ക് തിരിയും. നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിതം വേർതിരിച്ചുകൊണ്ട് മക്കളോട് സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, വാത്സല്യത്തോടെ, അതേസമയം കർക്കശമായും കർശനമായും ഗൗരവമായും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അനേകം മക്കളും നന്നാവാനുള്ളവർ നന്നായിക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ ഈ ദിവസങ്ങളിൽ ഇത് ആവർത്തിച്ച് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കാതലായി മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിച്ചാണ്. കുഞ്ഞുങ്ങൾ നേരെ വഴിയിലേക്ക് തിരിയണം, ചീത്ത ശീലങ്ങളിലേക്ക് പോകാൻ നോക്കണം, ഉദാസീനത കൈവിട്ട് കളയണം, ഉദാസീനത ഉപേക്ഷിച്ച് കളയണം. നിങ്ങൾ ഊർജ്ജസ്വലരായി തീരണം, നിങ്ങൾ കരുത്തുള്ളവരായി തീരണം. പ്രായമായവർ അതുപോലെ തന്നെ. പ്രാർത്ഥനയിൽ ജാഗ്രതയുള്ളവർ എത്ര പേരുണ്ട്? പ്രാർത്ഥനയിൽ ഉദാസീനത. മുമ്പ് പ്രാർത്ഥനയ്ക്ക് നല്ല ജാഗ്രതയായിരുന്നു. ചിലർ പറയും, ഇന്ന് എനിക്ക് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്ന്, എൻ്റെ വീര്യം കെട്ടുപോയി എന്ന്. ചോദിക്കട്ടെ, വീര്യം കെട്ടുപോയി എന്ന് അറിഞ്ഞിട്ട് എത്ര നേരം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേറിട്ടിരുന്നു?
എത്ര സമയം നിങ്ങൾ ഉപവാസത്തോടുകൂടിയിരുന്നു? എത്ര ദിവസങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ ഉപവസിച്ചു? എത്ര ദിവസങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു? നിങ്ങളുടെ ജീവിതത്തിലെ കേടുകൾ എവിടെയെല്ലാം എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ എത്ര നേരം ഇരുന്നു? നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിയോ? സ്നേഹിതരെ, ഉദാസീനതയോടെ ജീവിച്ചാൽ രക്ഷപ്പെടുകയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. അധ്വാനം കൂടിയേ കഴിയൂ. ആത്മീയ ജീവിതത്തിൽ അധ്വാനം കൂടിയേ കഴിയൂ. ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ, ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല ഭൗതിക ജീവിതത്തിലും നല്ല അധ്വാനശീലം വേണം. കഷ്ടപ്പെടാനുള്ള മനസ്സ് വേണം. അധ്വാനിക്കാനുള്ള മനസ്സ് വേണം. അലസരായി ജീവിച്ചുകൊണ്ട് ഉയരാമെന്ന് ആരും കരുതേണ്ട. പ്രസിദ്ധമായ ഒരു കാവ്യശീലുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇംഗ്ലീഷിൽ? The heights by great men reached and kept were not attained by a sudden flight, but they, while their companions slept, were toiling upwards in the night. The heights by great men reached and kept were not attained by a sudden flight. മഹാന്മാർ ജീവിത വിജയം നേടിയെടുത്തത് ഒരൊറ്റ കുതിച്ചുചാട്ടം കൊണ്ടല്ല, ഒരൊറ്റ ദിവസത്തെ കുതിച്ച് പറക്കൽ കൊണ്ടല്ല അവർ നേടിയെടുത്തത്. The heights by great men reached and kept were not attained by a sudden flight. പെട്ടെന്നുള്ള ഒരൊറ്റ പറക്കൽ കൊണ്ടല്ല അവരാരും ഉയർന്ന പദവിയിലെത്തിയത്. ബട്ട് they, while their companions slept, were toiling upwards in the night. സുഹൃത്തുക്കളെല്ലാം ഉറങ്ങിക്കിടന്നപ്പോൾ അവർ രാത്രിയുടെ യാമങ്ങളിൽ അത്യധ്വാനം ചെയ്ത് പഠിക്കുകയായിരുന്നു. They were toiling upwards in the night. But they, while their companions slept, were toiling upwards in the night. രാത്രിയെല്ലാം ഏകാന്തതയിലിരുന്ന് പഠിക്കുകയായിരുന്നു. അങ്ങനെയുള്ളവരാണ് വളർന്നിട്ടുള്ളത്. അങ്ങനെയുള്ളവരാണ് ഉയർന്നിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ, നിങ്ങൾ ഓരോരുത്തരും ഉദാസീനത കൈവിട്ട് കളയുക. പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് ഉത്സാഹം വരിക. തിരുവചനം വായിക്കാൻ നിങ്ങൾക്ക് ഉത്സാഹം വരിക. ഈ തിരുവചനം ഒരു നിധിയാണ്. ഇതൊരു സ്വർണ്ണഖനിയാണ്. ഇത് രത്നഖനിയാണ്. ഇത് നിങ്ങൾ വായിച്ച് ചെല്ലും തോറും നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം കിട്ടും, നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ യോഗത്തിന് വരാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരു വേദപുസ്തകം ഉണ്ടല്ലോ. ഈ വേദപുസ്തകം നിങ്ങൾ വായിക്കുക. ഇതൊരു നിധിയാണ്. ഈ ബൈബിൾ നിങ്ങൾ വായിക്കുക. ഇതിലെ വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് നിങ്ങൾ ആനന്ദം ഉൾക്കൊള്ളുക. നിങ്ങളുടെ ഹൃദയത്തിന് ആവേശം കൊള്ളുക. നിങ്ങളുടെ ജീവിതത്തിന് ഉത്സാഹം കൈവരിക്കുക. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുക. ചിലപ്പോൾ നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരി വേദപുസ്തകത്തിൻ്റെ താളുകളിൽ വന്ന് വീഴും. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. വായന നിർത്തിയിട്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. കർത്താവേ, നിനക്ക് സ്തുതി, ഹല്ലേലൂയ നിങ്ങൾ പാടിത്തുടങ്ങും. ദൈവത്തിന് നിങ്ങൾ ആരാധന അർപ്പിച്ചു തുടങ്ങും. കാരണം ഈ വചനം ജീവനാണ്. ഈ വചനം ശക്തിയാണ്. ഈ വചനം ചൈതന്യമാണ്. ഈ വചനം ജീവിതത്തിൽ കരുത്തേകുന്നതാണ്. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മ്ലാനത മാറ്റുന്നതാണ്. ഈ വചനം നിങ്ങളുടെ രോഗങ്ങളെ ശമിപ്പിക്കുന്നതാണ്. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ബാധകളെ മാറ്റുന്നതാണ്. രോഗബാധയിൽപ്പെട്ട് ഉഴലുമ്പോൾ ഈ വേദപുസ്തകം വായിക്കൂ. നിങ്ങളതിൽ വായിക്കും, അവൻ നിൻ്റെ രോഗക്കിടക്ക മാറ്റിയിരിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. രോഗശയ്യയിൽ നിന്നെ താങ്ങുമെന്ന് 41 സങ്കീർത്തനം. രോഗശയ്യയിൽ നിന്നെ താങ്ങും, മരണക്കിടക്ക മാറ്റിയിരിക്കുന്നു എന്ന്. ജീവനുള്ള ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനാണെന്ന് ഈ വചനം വായിച്ച് നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ ഈ ബൈബിൾ അത് വായിച്ച് നിങ്ങൾ ആനന്ദം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങൂ. കാണാൻ നിങ്ങളുടെ പഠിത്തം നന്നാകുന്നത്, നിങ്ങളുടെ വിവിധ മേഖലകളിൽ നിങ്ങൾക്ക് ഉയർച്ച കിട്ടുന്നത് കാണാം. സ്നേഹിതരെ, നിങ്ങൾ പറയട്ടെ, നിങ്ങൾ അലസത കൈവിടുക, അലസത ഉപേക്ഷിക്കുക. നിങ്ങൾ കരുത്തരായി തീരുക, ആത്മാവിൽ കരുത്തരായി തീരുക. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയും സ്തുതിയും തിരുവചന പാരായണവും തിരുവചന കേൾവിയും ഇത് നിങ്ങളുടെ ജീവിതത്തിലൊരു ഭാഗമായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നമ്മുടെ വചന ശുശ്രൂഷകളിൽ നിങ്ങൾ മുടങ്ങാതെ വരിക. സാധിക്കുന്നിടത്തോളം വചന ശുശ്രൂഷകൾ നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. വചനം ധാരാളമായി കേൾക്കുക. നിങ്ങളുടെ വീട്ടിൽ കേബിൾ കണക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ കടന്നാൽ നിങ്ങൾക്ക് ഈ വചനം കിട്ടുമല്ലോ. ഇൻ്റർനെറ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് ആ വചനം നിങ്ങൾ കേൾക്കുക. അങ്ങനെ നിങ്ങൾ എവിടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും നിങ്ങൾക്ക് ഈ വചനം കേൾക്കാം. വചനം കേൾക്കുക, വചനം ഉൾക്കൊള്ളുക, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ആർജിക്കുക, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നിങ്ങൾ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുക. അപ്പോൾ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാകും, നിങ്ങൾക്ക് എല്ലാ നന്മകളും കൈവരും. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ശാപയോഗ്യമായ ഒരു ജീവിതം നയിക്കരുത്. അനുഗ്രഹത്തിൻ്റെ പുതിയ ജീവിതം നിങ്ങൾ തുടങ്ങുക. അനുഗ്രഹമുള്ളവരായി തീരുക. എവിടെ നിന്ന് കിട്ടും ഈ അനുഗ്രഹം? അനുഗ്രഹം ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൽ നിന്ന് കിട്ടുകയില്ല. സഹോദരങ്ങളെ, ഈ കൂട്ടായ്മയിൽ നിന്ന് അനുഗ്രഹം കിട്ടുകയില്ല. കിട്ടുന്നത് ഗോകുൽത്തായിലെ കുരിശിൻ്റെ ചുവട്ടടിയിൽ നിന്നാണ്. ഗോകുൽത്തായിലെ കുരിശിലെ ചുവട്ടിൽ നിന്ന് തിരുരക്തം നിങ്ങളുടെ മേൽ വാർന്നൊഴുകി വന്ന് നിങ്ങൾക്ക് അനുഗ്രഹം തരും. നിങ്ങളുടെ പാപങ്ങൾ കഴുകിത്തരും. നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനം തരും.
പാപങ്ങളെല്ലാം മാറ്റി നിങ്ങൾക്ക് വിശുദ്ധ ജീവിതം തരും. നിങ്ങൾ വിശുദ്ധരായി തീരും. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. വിശുദ്ധിയുടെ സ്തുതി. ജീവിതമുള്ള ദൈവത്തെ ആരാധിക്കുന്ന മനോഹരമായ സ്വർഗീയമായ ആരാധന ഈ ഭൂമിയിൽ നിങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഈ മഹാഭാഗ്യത്തിലേക്ക് കർത്താവിൻ്റെ കരുണ നിങ്ങളെ ക്ഷണിക്കുകയാണ്. വരുവീൻ, ആനന്ദം അനുഭവിപ്പീൻ, സമാധാനം അനുഭവിപ്പീൻ, ഊർജ്ജസ്വലത പ്രാപിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ജീവനുള്ള വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ആവേശം പകരുന്ന അവിടുത്തെ തിരുവചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് പാകി തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തൊടണമേ, തലോടണമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.